വർഷം 2002. ബാംഗ്ലൂരിലെ റോഡുകളിൽ കനത്ത മഴ പെയ്യുന്ന ഒരു ദിവസം. റോഡാകെ വെള്ളക്കെട്ടായ ആ സമയത്ത് രത്തൻ ടാറ്റ തൻ്റെ കാറിൽ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത്. തൻ്റെ കാറിന് മുന്നിൽ ഒരു ഇടത്തരക്കാരൻ്റെ കുടുംബം സഞ്ചരിക്കുന്ന ബൈക്ക് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുന്നു. ഡ്രൈവറാകട്ടെ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. ഭാഗ്യം എന്ന് പറയാലോ, ആ കുടുംബത്തിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ആ ഒരു കാഴ്ച രത്തൻ ടാറ്റയെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ റിസ്ക് എടുത്താണ് ടൂ വീലർ യാത്ര ചെയ്യുന്നത്. ഇവർക്കായി ഒരു പരിഹാരം കണ്ടെത്തണം എന്ന ചിന്ത അവിടെ തുടങ്ങുകയായി. രത്തൻ ടാറ്റ ഒരു മികച്ച ആർക്കിടെക്റ്റ് കൂടിയായിരുന്നു. വണ്ടികളുടെ സ്കെച്ച് ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം വലിയ കഴിവുള്ള വ്യക്തിയായിരുന്നു. ആദ്യം അദ്ദേഹം ചിന്തിച്ചത് ഒരു സ്കൂട്ടറിനെ കുറിച്ച് തന്നെയായിരുന്നു. സ്കൂട്ടറിൻ്റെ പിൻഭാഗത്ത് 2 ചക്രങ്ങൾ കൂടി നൽകി കൂടുതൽ സുരക്ഷിതമാക്കിയാലോ എന്നായിരുന്നു ചിന്ത. പിന്നീട് ആ സ്കെച്ചിൽ ഒരു സേഫ്റ്റി ഗേജ് വരച്ച് ആ വാഹനത്തെ കൂടുതൽ സുരക്ഷിതമാക്കി മാറ്റി. ആ സ്കെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചു. എന്തുകൊണ്ട് ഇതിനെ ഒരു 4 വീലർ ബഗ്ഗി കാറാക്കി മാറ്റിക്കൂടാ? പിന്നീടാണ് ആ ആശയത്തിൽ നിന്നും ഒരു ഫാമിലി കാർ എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെയുള്ള വിപ്ലവങ്ങൾ ലോകത്ത് മുൻപും ഉണ്ടായിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ ഇറങ്ങിയ വോൾസ്വാഗൻ ബീറ്റിൽ, ഇറ്റലിയിലെ ഫിയറ്റ് 500, ബ്രിട്ടനിലെ ഒറിജിനൽ മിനി എന്നിവയെല്ലാം സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങളായിരുന്നു. 2002 പൂനെയിൽ ടാറ്റ മോട്ടോഴ്സിലെ ഒരു ചെറിയ ടീം രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിൽ ഇതിനായി ഒരുമിച്ചു. വൈകാതെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം തൻ്റെ സ്വപ്ന പദ്ധതി പ്രഖ്യാപിച്ചു. ഞങ്ങൾ 1,00,000 രൂപയ്ക്ക് ഒരു കാർ നിർമ്മിക്കാൻ പോകുന്നു. ഈ വാർത്ത ലോകത്തെ ആകെ ഞെട്ടിച്ചു. 1,00,000 രൂപയ്ക്ക് കാറോ? അസാധ്യമെന്ന് പലരും വിധിയെഴുതി. അന്നത്തെ സുസുക്കി ചെയർമാൻ പോലും പറഞ്ഞു ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഇതൊന്നും കേട്ട് രത്തൻ ടാറ്റ പിറകോട്ട് പോയില്ല. ആ സമയം അദ്ദേഹത്തിൻ്റെ ചിന്ത കാറിന് എന്ത് പേരിടും എന്നായിരുന്നു. മിൻറ്റ്, നിയോ, ഇൻക, ഐക്കാർ, ഇയോൺ ഇങ്ങനെ ഒരുപാട് പേരുകൾ പരിഗണിച്ചു. ഒടുവിൽ ആ പേര് തന്നെ ഉറപ്പിച്ചു, നാനോ. ആ പേരിൽ തന്നെയുണ്ട് ചെറുത്, എന്നാൽ ടെക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുൻപന്തിയിലാകണം എന്നുള്ളതും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. 2005 ടാറ്റ നാനോയുടെ ആദ്യ പ്രോട്ടോടൈപ്പ് തയ്യാറാകുന്നത്. ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നത്തിന് ചിറക് നൽകാൻ രത്തൻ ടാറ്റ കണ്ട ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. എന്നാൽ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. ലോക്കൽ മാർക്കറ്റിൽ ലഭ്യമായ 8.5 bhp വരുന്ന ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ആദ്യം നാനോയിൽ പരീക്ഷിച്ചു നോക്കിയത്. സാക്ഷാൽ രത്തൻ ടാറ്റ തന്നെയായിരുന്നു ആ വാഹനം ഓടിച്ചു നോക്കിയത്. പക്ഷേ ബലം നിരാശയായിരുന്നു. കാറിൻ്റെ സ്ഥലപരിധിയും എഞ്ചിൻ്റെ ശേഷിക്കുറവും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല. അവിടെ നിന്നാണ് ടാറ്റയുടെ എഞ്ചിനീയർമാർ പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ബൈക്കുകളിലും അതുപോലെ തന്നെ ഓട്ടോകളിലും ഉപയോഗിച്ചിരുന്ന 2 സിലിണ്ടർ എഞ്ചിനുകളിൽ നിന്ന് ടാറ്റ നാനോയ്ക്ക് മാത്രമായി ഒരു 624 cc 2 സിലിണ്ടർ എഞ്ചിൻ അവർ വികസിപ്പിച്ചെടുത്തു. ഈ എഞ്ചിന് വേണ്ടി മാത്രം 34 പുതിയ പാറ്റന്റുകളാണ് ടാറ്റ സ്വന്തമാക്കിയത്. എത്രത്തോളം ഇന്നോവേറ്റീവ് ആയിരുന്നു ആ എഞ്ചിൻ എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. ഡിസൈനിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആദ്യം പരന്ന ആകൃതിയിലായിരുന്ന കാറിൻ്റെ മുൻഭാഗം രത്തൻ ടാറ്റയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്ലോപ്പ് ആക്കി മാറ്റി. ഇതോടെ നാനോയെ കാണാൻ കൂടുതൽ മനോഹരമായി. മറ്റൊരു പ്രത്യേകത, എഞ്ചിൻ കാറിൻ്റെ പിൻഭാഗത്താണ് സ്ഥാപിച്ചത്. സാധാരണ കാറുകളിൽ എഞ്ചിൻ മുന്നിലായതിനാൽ പിന്നിലേക്ക് പവർ എത്തിക്കാൻ വലിയ ഡ്രൈവ് ഷാഫ്റ്റുകൾ വേണം. എന്നാൽ എഞ്ചിൻ പിറകിലാക്കിയതോടെ ചിലവ് കുറയുകയും ഉള്ളിൽ കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. അന്നത്തെ മാരുതി 800-നേക്കാൾ 21% കൂടുതൽ ക്യാബിൻ സ്പേസ് നാനോക്കുണ്ടായിരുന്നു. ചിലവ് കുറക്കാൻ വേണ്ടി ടാറ്റ എഞ്ചിനീയർമാർ നോക്കിയത് ബൈക്കുകളുടെ നിർമ്മാണ രീതിയിലേക്കാണ്. സാധാരണ കാറുകളിൽ 2 ലെയർ ബോഡി സിസ്റ്റം ഉള്ളപ്പോൾ നാനോയിൽ അത് സിംഗിൾ ലെയർ ആക്കി അവർ മാറ്റി. ആദ്യം 2 ഡോറുകൾ മാത്രമുള്ള കാറാണ് പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് 4 ഡോറുകളിലേക്ക് തന്നെ മാറ്റം വരുത്തി. 2006 പശ്ചിമ ബംഗാളിലെ സിംഗൂരിൽ 997 ഏക്കർ ഭൂമി ലീസിനെടുത്തു. പ്ലാന്റ് നിർമ്മാണം തുടങ്ങി. എന്നാൽ അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങി. ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അശ്രദ്ധ. കൃഷിഭൂമിയാണ് ഇവർക്ക് പ്ലാന്റ് ഉണ്ടാക്കാൻ നൽകിയത്. ജനങ്ങൾ നന്നായി പ്രതിഷേധിച്ചു. പ്ലാന്റ് നിർമ്മാണത്തിനായി 1000-ഓളം പോലീസുകാരുടെ കാവൽ വേണ്ടി വന്നു.
1500 കോടി രൂപയുടെ നിക്ഷേപവും 95% പണി തീർന്നിട്ടും ജനങ്ങളുടെ പ്രതിഷേധം കാരണം ആ പ്ലാന്റിൽ നിന്നും വെറും 5 കാറുകൾ മാത്രമാണ് കമ്പനിക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞത്. പ്രതിഷേധങ്ങൾ അതിരുവിട്ടപ്പോൾ ഒടുവിൽ രത്തൻ ടാറ്റ ആ കടുത്ത തീരുമാനമെടുത്തു. ഞാൻ ബംഗാൾ വിടുകയാണ്. ഇതറിഞ്ഞ ഗുജറാത്ത് മുഖ്യമന്ത്രി CM നരേന്ദ്രമോദിജി അദ്ദേഹം അങ്ങോട്ടേക്ക് അവരെ സ്വാഗതം ചെയ്തു. അങ്ങനെ സാനന്ദിൽ തൻ്റെ പുതിയ പ്ലാൻ സ്ഥാപിക്കാൻ രത്തൻ ടാറ്റ തീരുമാനിച്ചു. വെറും 4 വർഷത്തെ കഠിനാധ്വാനം ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം രാപ്പകൽ പ്രയത്നിച്ചു. Despite what our antagonists did, we pursued our vision to give India an affordable people's car that had not been produced anywhere in the world. A car that most people said could not be manufactured for that kind of price. But we never took our eyes off our goal. Today we will present what a young group of engineers and designers gave their all for about 4 years to achieve. Now, I give you the new car from Tata Motors, the people's car that everyone has been waiting for. They are not concept cars, they are not prototypes. They are the production cars that will roll out of the Singur plant later this year. And these will come in several variants. You have today on the stage one basic car or standard car and 2 deluxe cars which will have air conditioning also. Yes, they will be air conditioned. വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും ഡിസൈനുകളും കണ്ട് ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാറിലെ ഓരോ ചെറിയ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച കാണികൾ വിചാരിച്ചത് ഇതിന് കുറഞ്ഞത് 1.5 ലക്ഷം രൂപയെങ്കിലും വില വരുമെന്നാണ്. എന്നാൽ ആ സമയത്താണ് മൈക്കിലൂടെ രത്തൻ ടാറ്റയുടെ ആ പ്രഖ്യാപനം. ഡീലർഷിപ്പ് പ്രൈസ് വെറും 1 ലക്ഷം രൂപ. അതൊരു ചരിത്രമായിരുന്നു. 2009 നാനോ വിപണിയിലെത്തിയപ്പോൾ ലോകം കണ്ടത് സമാനതകളില്ലാത്ത ബുക്കിംഗ് തിരക്കായിരുന്നു. വെറും 17 ദിവസത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം ആളുകൾ വണ്ടി ബുക്കിംഗ് ചെയ്തു കഴിഞ്ഞു. ടാറ്റയുടെ വെബ്സൈറ്റിലാകട്ടെ 30 കോടിയിലധികം വിസിറ്റുകൾ. ഇത് ഇന്ത്യൻ വാഹന വിപണിയെ തന്നെ പിടിച്ചുലച്ച ഒരു മഹാസംഭവമായി നാനോ മാറി. ഓൺലൈനിലൂടെയും മറ്റ് സ്ഥാപനങ്ങളിലൂടെയും ഈ വണ്ടി ബുക്ക് ചെയ്തവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ സാധാരണ മിഡിൽ ക്ലാസ് കുടുംബങ്ങളായിരുന്നു. അതായത് 2 വീലറുകളിലും സ്കൂട്ടറുകളിലും സഞ്ചരിക്കുന്നവർ. അന്ന് ടാറ്റയുടെ ഡീലർഷിപ്പുകൾ പോലും അവരുടെ ലൊക്കാലിറ്റികളിൽ ഉണ്ടായിരുന്നില്ല. ഈ സാധാരണ കസ്റ്റമേഴ്സ് കാർ വാങ്ങാൻ വേണ്ടി ടൗണിലെ പോളിഷ് ചെയ്ത ടാറ്റ ഷോറൂമുകളിൽ എത്തിയപ്പോൾ അവർക്ക് വലിയ മാനസിക വിഷമം തന്നെ നേരിടേണ്ടി വന്നു. ടാറ്റ സഫാരിയും മറ്റും കിടക്കുന്ന ആ വലിയ ഷോറൂമുകളിലേക്ക് പ്രവേശിക്കാൻ പോലും പലവർക്കും പേടിയായിരുന്നു. അവിടെ തങ്ങൾ കംഫർട്ടബിൾ അല്ല എന്ന് തന്നെ അവർക്ക് തോന്നി. ഇതിനേക്കാൾ വലിയ തിരിച്ചടി ബാങ്കുകളിൽ നിന്നായിരുന്നു. നാനോ വാങ്ങാൻ ലോണിന് സമീപിച്ച സാധാരണക്കാരോട് അവരുടെ വരുമാനം കുറവാണെന്നും പറഞ്ഞ് ബാങ്കുകൾ ലോൺ നിഷേധിച്ചു. ഇതോടെ ടാറ്റയ്ക്ക് തന്നെ ഒരു കർശന തീരുമാനം എടുക്കേണ്ടി വന്നു. ഫുൾ പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് മാത്രമേ കാർ നൽകൂ. പൈസ മുഴുവൻ അടച്ച് 1 വർഷം കഴിഞ്ഞാലേ കാർ കയ്യിൽ കിട്ടൂ എന്ന അവസ്ഥ വന്നതോടെ പാവപ്പെട്ട മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സ് ഈ പ്ലാൻ വേണ്ടെന്ന് വെച്ച് പിന്മാറാൻ തുടങ്ങി. ബുക്ക് ചെയ്തവരിൽ 2010 കാർ ലഭിച്ചത് സതീഷ് സാവന്തിനായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടെ കുടുംബത്തോടൊപ്പം തൻ്റെ സിൽവർ കളർ നാനോ വാങ്ങി ഷോറൂമിൽ നിന്നിറങ്ങി വെറും 45 മിനിറ്റ് മാത്രം ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ആ നടുക്കുന്ന സംഭവം ഉണ്ടാവുന്നത്. വലിയ ശബ്ദത്തോടെ വണ്ടിക്ക് തീ പിടിച്ചു. സതീഷ് സാവന്തും കുടുംബവും അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ രാജ്യം മുഴുവൻ പടർന്നു. ഈ സംഭവത്തിന് ശേഷം സാവന്തിൻ്റെ മകൻ ഏകദേശം 5 വർഷത്തോളം മാനസിക വിഷമത്തിലായി. ആ കുട്ടിക്കാകട്ടെ പിന്നീട് ഏത് കാറ് കണ്ടു കഴിഞ്ഞാലും അതിൽ കയറാൻ പേടിയായിരുന്നു. പ്രതീക്ഷയോടെ നിരത്തിലിറങ്ങിയ നാനോ കാറുകൾക്ക് ഒന്നിനു പുറകെ ഒന്നായി അഗ്നിക്കിരയാകുന്ന വാർത്തകളാണ് പിന്നീട് രാജ്യം കേട്ടത്. 2010 മാത്രം ഏകദേശം 6ഓളം ടാറ്റ നാനോ കാറുകളാണ് ഇത്തരത്തിൽ കത്തി നശിച്ചത്. ഈ 6 അപകടങ്ങൾക്കും വ്യത്യസ്തമായ കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
ചിലതിൽ ഫ്യുവൽ ലൈനിലെ തകരാറാണെങ്കിൽ മറ്റു ചിലതിൽ എക്സോസ്റ്റിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് വില്ലനായത്. സത്യത്തിൽ ഇന്ത്യയിലെ മറ്റു പ്രമുഖ ബ്രാൻഡുകൾക്കും ഇതേ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നു എങ്കിലും നാനോ അപ്പോഴേക്കും ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞിരുന്നതുകൊണ്ട് ഈ അപകടങ്ങൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വല്ലാതെ വൈറലായി മാറി. നാനോ എന്ന ബ്രാൻഡിനേറ്റ ആദ്യത്തെ വലിയ പ്രഹരമായിരുന്നു ഇത്. തിരിച്ചടികൾ അവിടെയും തീർന്നില്ല. കുറച്ചു കാലത്തിന് ശേഷം ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിന് വിധേയമായ നാനോയുടെ ബലം ഞെട്ടിക്കുന്നതായിരുന്നു. കൂട്ടിയിടിയിൽ കാറിൻ്റെ മുൻഭാഗം ഒരു പപ്പടം പോലെയാണ് പൊടിഞ്ഞുപോയത്. മുതിർന്നവരുടെ സുരക്ഷയിലും കുട്ടികളുടെ സുരക്ഷയിലും നാനോയ്ക്ക് ലഭിച്ചത് വെറും 0 സ്റ്റാർ ആയിരുന്നു. ഇതോടെ ടാറ്റ നാനോ കാർ ഒരു അൺസേഫ് കാർ എന്ന നിലയിൽ എല്ലാവരും കണ്ടു തുടങ്ങി. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് നാനോയെ തേടി ആ ലോക റെക്കോർഡ് എത്തുന്നത്. ദ വേൾഡ് മോസ്റ്റ് ചീപ്പസ്റ്റ് കാർ, ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ടാറ്റ മോട്ടോഴ്സ് ടീം വലിയ ആവേശത്തോടുകൂടി ഈ കാര്യം പരസ്യങ്ങളിലൂടെയും മാർക്കറ്റിങ്ങിലൂടെയും ലോകത്തെ വിളിച്ചറിയിച്ചു. സത്യത്തിൽ ടാറ്റയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവും ഇതുതന്നെയായിരുന്നു. ഇന്ത്യയിലെ ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കാർ എന്നത് വെറും ഒരു യാത്രാ ഉപാധി മാത്രമല്ല, അതൊരു അന്തസ്സിൻ്റെ അടയാളം കൂടിയാണ്. കമ്പനി തന്നെ ഇതിനെ വില കുറഞ്ഞ വണ്ടി എന്ന് മുദ്ര കുത്തിയപ്പോൾ അത് വാങ്ങുന്നവരുടെ അന്തസ്സ് കുറയുമെന്ന് ആളുകൾ തന്നെ കരുതി തുടങ്ങി. വീടിന് മുന്നിൽ ഒരു നാനോ കിടക്കുന്നത് കണ്ടാൽ പാവപ്പെട്ടവൻ്റെ കാർ എന്ന് ആളുകൾ പരിഹസിക്കുമോ എന്നൊരു ഭയം ജനങ്ങളിൽ ഉണ്ടായി തുടങ്ങി. ഒരു നാനോ വാങ്ങുന്നതിലും നല്ലത് ഒരു ബജാജ് പൾസർ വാങ്ങുന്നതാണ്, അതിനെങ്കിലും സമൂഹത്തിൽ ഒരു വിലയുണ്ട് എന്ന ചിന്തയിലേക്ക് സാധാരണക്കാരെ എത്തിച്ചത് ടാറ്റയുടെ തന്നെ ഈ തെറ്റായ പരസ്യരീതിയായിരുന്നു. അങ്ങനെ നാനോ എന്ന രത്തൻ ടാറ്റയുടെ സ്വപ്നം സാങ്കേതിക തകരാറുകൾ കൊണ്ടും അതിലുപരി മോശം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടും തകരുകയായിരുന്നു. രത്തൻ ടാറ്റ എന്ന ഇതിഹാസ നായകൻ്റെ സ്വപ്നം ഇതൊരു കോമൺ പീപ്പിൾ കാർ ആക്കുക എന്നതായിരുന്നു. പക്ഷേ ആ സ്വപ്നത്തിന് കാലം നൽകിയ വില പാവപ്പെട്ടവൻ്റെ കാർ എന്ന ലേബലായിരുന്നു. ഈ ഇമേജ് മാറ്റാൻ വേണ്ടി 2013 ടാറ്റ കെണിഞ്ഞു പരിശ്രമിച്ചു. കൂടുതൽ സൗകര്യങ്ങളും സ്റ്റൈലിഷ് നിറങ്ങളുമായി നാനോയെ അവർ വീണ്ടും അണിയിച്ചൊരുക്കി. യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് വമ്പൻ പരസ്യങ്ങൾ നൽകി. 2014 നാനോ ട്വിസ്റ്റ് എത്തിയപ്പോൾ അതിൽ പവർ സ്റ്റിയറിംഗും അത്യാധുനിക ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നഗരങ്ങളിലെ തിരക്കിലൂടെ പറക്കാൻ പറ്റിയ ഒരു പക്ക സ്മാർട്ട് സിറ്റി കാർ തന്നെയായിരുന്നു അത്. ടാറ്റ അവിടെയും നിർത്തിയില്ല. 2015 അവർ ജനക്സ് നാനോയെ അവതരിപ്പിച്ചു. ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻ, ഡെഡിക്കേറ്റഡ് ബൂട്ട് സ്പേസ്, വലിയ ഫ്യൂവൽ ടാങ്ക്, സ്പോർട്സ് മോഡ്, മികച്ച ഹെഡ് ലാമ്പുകൾ, പ്രീമിയം ഇൻറ്റീരിയർ, അങ്ങനെ ഫുൾ ഓപ്ഷൻ പാക്കേജ് തന്നെ അവർ അവതരിപ്പിച്ചു. പക്ഷേ എന്തു ചെയ്തിട്ടും നാനോയുടെ മേൽ പതിഞ്ഞ ആ ടാഗ് ലൈൻ ദ പുവർ മാൻസ് കാർ എന്നുള്ളത് അവർക്ക് മായ്ക്കാനായില്ല. ഫീച്ചറുകൾ കൂടിയതോടെ വിലയും കൂടി. പിന്നീട് മാരുതി 800ഉം റെനോയുടെ മോഡലുകളുമായി താരതമ്യം ചെയ്തപ്പോൾ ആളുകൾ നാനോയെ കൈവിട്ടു. ഈ തെറ്റുകളെല്ലാം പാഠമാക്കി 3.2 ലക്ഷം രൂപയ്ക്ക് തങ്ങളുടെ പിഴവുകളെല്ലാം തിരുത്തിക്കൊണ്ട് ടാറ്റ പിന്നീട് ടിയാഗോ പുറത്തിറക്കി. കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വേണ്ടി രത്തൻ ടാറ്റ കണ്ട ആ സ്വപ്നത്തിന് പക്ഷേ അതിൻ്റെ ആകെ ആയുസിനിടയിൽ വിൽക്കാൻ കഴിഞ്ഞത് വെറും 3 ലക്ഷം യൂണിറ്റുകൾ മാത്രമാണ്. വളരെ വേദനയോടെ പറയട്ടെ, 2019 വിറ്റുപോയത് ആകെ ഒരേ ഒരു നാനോ മാത്രം. അങ്ങനെ 2008 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുവന്ന ആ വലിയ സ്വപ്നം 2020 നിശബ്ദമായി വിടവാങ്ങി. ഇന്ന് ലോകം ഇലക്ട്രിക് വിപ്ലവത്തിൻ്റെ പാതയിലാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും കൂടുതൽ റേഞ്ചുമായി സാധാരണക്കാർക്ക് താങ്ങാനാകാവുന്ന ഒരു അഫോർഡബിൾ ഇലക്ട്രിക് കാറായി നമ്മുടെ മുമ്പിൽ ആ വലിയ മനുഷ്യനോടുള്ള ഒരു ആദരവായി ടാറ്റ മോട്ടോഴ്സ് നാനോ ഇലക്ട്രിക് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ടാറ്റ നാനോ കാർ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അനുഭവങ്ങൾ എന്നുള്ളതൊക്കെ രസകരമായി വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്. थाना अलग, mind blowing. All new Gen X Nano Easy Shift.